പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസ് വിട്ടു. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് അൻവർ അറിയിച്ചു. കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് തൃണമൂൽ ദേശീയ നേതൃത്വം അറിയിച്ചു. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ലെന്നും അൻവർ ആരോപിച്ചു. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, അങ്ങനെ പുതിയ പാർട്ടി രൂപീകരിക്കേണ്ട അവസ്ഥയിലേക്ക് പി.വി. അൻവറിന് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? തൃണമൂലിന്റെ ദേശീയ നേതൃത്വം എന്ത് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്? രജിഷ്, പി.വി. അൻവർ കൺവീനറായുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് കളമശ്ശേരിയിലെ ഹോട്ടലിൽ ചേർന്നിരുന്നു. ഇതിന് ശേഷമാണ് പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു എന്ന വിവരം പി.വി. അൻവർ വ്യക്തമാക്കിയത്. അതായത് പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസ് വിടുന്നു. കോൺഗ്രസിന് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇക്കഴിഞ്ഞ ദിവസം പി.വി. അൻവറെ നേരിട്ട് വ്യക്തമായി ധരിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് അൻവർ പുതിയ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അടുത്ത മാസം 15-ാം തീയതിക്കകം, അതായത് മെയ് മാസം 15-ാം തീയതിക്കകം പുതിയ പാർട്ടി രൂപീകരണം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പൂർത്തിയാകുമെന്നാണ് അൻവർ അറിയിച്ചിരിക്കുന്നത്. രൂപീകരിക്കുന്ന പുതിയ പാർട്ടി രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങളുമായി ചേർന്ന് പോകുന്ന ഒന്നാകുമെന്നും UDF-ന് ഒപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുമെന്നും പി.വി. അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ബേപ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് പി.വി. അൻവർ അവകാശവാദം ഉന്നയിക്കുന്നത്. ആ അവകാശവാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇന്നും അദ്ദേഹം സംസാരിച്ചത്. എന്തായിരുന്നാലും തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പി.വി. അൻവർ പുതിയ ഒരു പാർട്ടി രൂപീകരിച്ച് അതിലേക്ക് എത്തുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. പി.വി. അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണ്.